ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ശോഭിക വെഡിങ്സ്. ദളിത് വിഭാഗത്തെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ പ്രതികരിക്കുന്നതിന് CPM കള്ളക്കേസുകളിൽ കുടുക്കുന്നതായി ആരോപണം. ദളിത് ആക്ഷൻ കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് BR സതീഷ് കുമാറാണ് CPM നേതൃത്വത്തിനെതിരെയും പോലീസിനെതിരെയും കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങുന്നത്. ദളിത് വിഭാഗത്തിന്റെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നതിനെതിരെ രംഗത്തു വന്നതിനാണ് എടക്കരയിൽ CPM തന്നെ കള്ളക്കേസുകളിൽ കുടുക്കുവാൻ ശ്രമിക്കുന്നത്. എടക്കര പോലീസും ഇതിന് കൂട്ടുനിൽക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത മൊബൈൽ ഫോണും സിം കാർഡും ഉപയോഗിച്ച് CPM നേതാക്കൾ തന്റെ ഫേസ്ബുക്ക്, ടെലഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയകൾ വഴി തന്നെ കള്ളക്കേസുകളിൽ കുടുക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു വിഭാഗം പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുമ്പോൾ അതിനെതിരെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെ മുഴുവൻ അങ്ങോട്ട് മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ഒരു സംവിധാനമാണോ CPM എന്നാണ് എൻ്റെ സംശയം. ചോദ്യം അതാണ്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ന്യായമായിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്? ഇത് കണ്ടില്ലേ, എൻ്റെ ഇതിന്ന് അയച്ചതാണ്. ഡയറക്ടർ ജനറൽ ഓഫ് BPR&D പോലീസിന്റെ ഒരു ഇതിലേക്ക് അയക്കുകയാണ്. അതെന്റെ കമ്പ്യൂട്ടറിൽ സ്പാം എന്ന് പറഞ്ഞ് കിടക്കും. ഇവർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ സ്പാമിൽ തെരഞ്ഞാൽ കിട്ടും. നമ്മൾ അയക്കാത്ത, നമുക്ക് പരിചയമില്ലാത്ത മെയിലിലേക്ക് അയച്ചത് അതിന്റെ ഇതാണിത്. തന്റെ ഫോണും സിം കാർഡും ഉപയോഗിച്ച് നടത്തുന്ന പോലീസ് നടപടികൾക്കെതിരെ മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും കള്ളക്കേസുകൾക്കെതിരെ കോടതി മുഖാന്തരം പോരാടുമെന്നും അധ്യാപകൻ കൂടിയായ BR സതീഷ് കുമാർ പറഞ്ഞു. അല്ല, പോലീസിന് ഇതിൽ എന്തന്വേഷണമാണ് ഇപ്പോൾ എൻ്റെ ഈ നമ്പർ ഉപയോഗിച്ചിട്ട്? ഇത് കോടതിയിൽ കൊടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. എൻ്റെ നമ്പർ എടുത്ത് ഉപയോഗിക്കാൻ പോലീസിന് യാതൊരു റൈറ്റും ഇല്ല. അത് ദുരുപയോഗം തന്നെയാണ്. അതിനെനിക്ക് റെസീറ്റും തന്നിട്ടുള്ള സാധനമാണ്. ഇവർ അയച്ച് കോടതിയിൽ സബ്മിറ്റ് ചെയ്ത സാധനമാണ്, കേസിൽപ്പെട്ട സാധനമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിൽ ഞാൻ മനസ്സിലാക്കിയത്, ഈ രണ്ടാമത്തെ എൻ്റെ മൊബൈൽ ഉണ്ടല്ലോ, റിയൽമി ഫോണും ഈ സിമ്മും ആദ്യത്തെ അതും കൂടിയാണ് പോലീസ് ഉപയോഗിക്കുന്നത്. എൻ്റെ ഫോണും കോടതി കൊടുത്തിട്ടില്ല, ഈ പറഞ്ഞ സിമ്മും പോയിട്ടില്ല. ഇതൊരു റെസീറ്റ് മാത്രം അവരുണ്ടാക്കിയതാണ്. ഈ റെസീറ്റിലുള്ള ഒരു ചെറിയൊരു പെശകുണ്ട്. അതെന്താന്നുള്ളത് ഞാൻ ഇപ്പൊ പബ്ലിക്കായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇത് സംബന്ധിച്ചൊരു കേസിന് പോകാൻ ഉള്ളതുകൊണ്ട് അതിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വെളിപ്പെടുത്താൻ പറ്റൂല. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ശോഭിക വെഡിങ്സ്.